യൂബീസ് ടേസ്റ്റ് ഹെബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പഴം കണ്ടോ, പഴുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഴം കൊണ്ട് നല്ല ഒരു സ്നാക്ക് ഇന്ന് തയ്യാറാക്കാൻ പോവാണ്. ഇന്നല്ല തയ്യാറാക്കുന്നത്, ഇത് ആദ്യം നമുക്കൊന്ന് ഉണങ്ങിയെടുക്കണം. അപ്പോൾ എങ്ങനെയാണ് പഴം ഉണങ്ങുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലൊക്കെ പഴക്കൊലയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇങ്ങനെ വെറുതെ പോലും നിർത്ത് വിഷമിക്കണ്ട കേട്ടോ, ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അതാ ഞാൻ ആ പഴുത്ത പഴം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-40 പഴം ഉണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ തൊലി നമ്മൾ വെറുതെ കളയരുത് കേട്ടോ, ചെടിക്കൊക്കെ വളരെ നല്ല പൊട്ടാസ്യം നല്ല വളമാണിത്. തൊലി കളയാതെ നിങ്ങളത് വെള്ളത്തിൽ വെച്ചിട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കെല്ലാം എല്ലാ തൊലിയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഉണങ്ങാനില്ലേ, അപ്പോൾ ഒന്ന് കനം കുറയ്ക്കണം. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അരിയാനായിട്ട് ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, നല്ല വേലയ്ക്കാണെങ്കിൽ 2ആയിട്ട് കീറിയാൽ മതി. ഞാനിവിടെ 3 പീസായിട്ട് കീറുന്നുണ്ട് ഓരോ പഴവും. അപ്പോൾ ഇത് നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാൻ വഴിയില്ല. ഇത് നിങ്ങൾ പഴം കിട്ടുമ്പോൾ ഒരു കുറച്ചെടുത്ത് ചെയ്ത് നോക്കാം. നല്ല വെയിൽ വേണം കേട്ടോ, നല്ല വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കേണ്ട വരും. അപ്പോൾ ഇതുപോലെ പഴം നമ്മളിങ്ങനെ വെക്കുമ്പോൾ വെറുതെ മുകളിൽ വെക്കരുത്, ഇങ്ങനെ നിരത്തി വേണം വെക്കാനായിട്ട് കേട്ടോ, ഒന്നിലൊന്ന് തൊടരുത്. അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ 2-3 പാത്രത്തിലായിട്ടാണ് ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അടപ്പ്, സ്റ്റീലിൻ്റെ വലിയ വട്ടമുള്ള പാത്രം അല്ലെങ്കിൽ മുറത്തിൽ വെച്ചാലും മതി കേട്ടോ. പിന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെയിലത്തേക്ക് വെക്കണം. നല്ല വെയിലുള്ളിടത്ത്, ഞാനിപ്പോൾ ഇത് വാർക്കയുടെ മുകളിലേക്കാണ് വെക്കുന്നത്. ഒരു 5-6 ദിവസം നല്ലപോലെ വെയിൽ കൊള്ളണം കേട്ടോ ഇത് ഉണങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു 1-2 ദിവസം കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ച് കൊടുക്കണം. ഇത് കണ്ടോ, ഇത് വലയിട്ട് മൂടണം കേട്ടോ, ഇല്ലെങ്കിൽ വല്ല ഈച്ച വരും, പിന്നെ വല്ല പക്ഷികളൊക്കെ വന്ന് കൊത്തും, ഒന്നും ആക്രമിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ വലയിട്ട് കൊടുക്കണം. അതാ 2ാമത്തെ ദിവസമായപ്പോൾ ഇത്രയും ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എല്ലാം പീസും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. കാരണം എല്ലാ വശവും 2 വശവും നല്ലപോലെ ഉണങ്ങി കിട്ടണമല്ലോ. അപ്പോൾ 1-2 തവണ മറിച്ചാൽ മതി, പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണങ്ങിക്കോളും. നല്ല വെയിൽ അടിച്ചാൽ മതി. മഴയത്തത് ചെയ്യാൻ പ്രയാസമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇനി പഴം വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചീഞ്ഞ് പോകുമ്പോൾ നമുക്കൊക്കെ സങ്കടമല്ലേ പഴം ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ അതാ 3ാം ദിവസമായപ്പോൾ ഇങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അളവ്. ഇനി ലാസ്റ്റ് നമുക്ക് കാണിക്കാം. ഞാനിത് 7ാം ദിവസമാണ് ഇതെനിക്ക് ശരിക്കും ഉണങ്ങി കിട്ടിയിരിക്കുന്നത്. ഉണ്ടോ, 5 ദിവസമായപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരുവിധം ഉണക്കായിട്ടുണ്ട്. അപ്പോൾ 7 ദിവസമായപ്പോൾ നല്ല സൂപ്പറായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ആ 3 പാത്രത്തിൽ വെച്ചിരുന്ന പഴം ഉണങ്ങി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് എന്താണ് പറയുക, പഴം ഡ്രൈ ഫ്രൂട്ട് എന്ന് നമുക്ക് പറയാം. ഇതിപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്, നല്ല മധുരമുണ്ട്. കാരണം നല്ലപോലെ പഴുത്ത പഴമാണ് ഇത്. പിന്നെ പൂവൻ ആണ് ഇത്. നമുക്ക് പാളയം കുടം കൊണ്ടും റോബസ്റ്റ കൊണ്ടും ഏത്തയ്ക്ക വരെയും കൊണ്ടും ഇതൊക്കെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഉണക്കിയെടുക്കാം. ഇങ്ങനെ അരിയണമെന്നില്ല, വട്ടത്തിൽ അരിഞ്ഞാലും മതി. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്നാക്ക് ആക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പഴം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഉരുക്കാനാണ്. ഇത് കുരുമുളകാണ്, 1 സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കറുവപ്പട്ട ഒരു വലിയ കഷ്ണം ചെറുതാക്കിയിട്ടുണ്ട്. ഇത് ഗ്രാമ്പു, ഏലയ്ക്ക, ഇതെല്ലാം നമ്മൾ ചതച്ചെടുക്കണം. ഈ ഏലയ്ക്കയുടെ തൊണ്ടൊന്ന് മാറ്റി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ചതച്ച് വെച്ചിട്ട് നമുക്കിനി പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ചൂടാവാനായിട്ട്. അതിലേക്ക് ഈ പഞ്ചസാര നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഉരുകാനായിട്ട് ആവശ്യമുള്ള വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് 1/2 കപ്പ്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പഞ്ചസാര ഒന്ന് ഉരുകി വന്നോട്ടെ. മീഡിയം ഫ്ലെയിം മതി കേട്ടോ. അപ്പോൾ പഞ്ചസാര ഒന്ന് ഉരുകി ഒത്തിരി എന്താ പറയുക, നൂൽപ്പരുവൊന്നും ആവണ്ട. അത് ഒന്ന് നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മസാലകൾ എടുത്തു വെച്ചിട്ടില്ലേ, കറുവപ്പട്ടയും ഏലക്കായും ഒക്കെ, അതൊക്കെ ചതച്ച് വെച്ചത് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഉരുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. ഇത് പലരും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് ചതച്ചത്, പിന്നെ കറുവപ്പട്ട, ഏലയ്ക്ക ചതച്ചത് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത് ഏലക്കയുടെ തൊലി മാറ്റിയിട്ട് കുരു മാത്രം എടുത്തിട്ടുണ്ട്.
ഇനി ഇതൊന്ന് നല്ലപോലെ ആ പഞ്ചസാര പാനിലേക്ക് ഇതിൻ്റെ ഈ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങണം കേട്ടോ. അതിനുവേണ്ടി ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കുക. അതൊന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെ. ഇനിയിപ്പം പഞ്ചസാര ഞാൻ പറഞ്ഞില്ല, അത് നമ്മളത് ഒത്തിരി ഒന്ന് വറ്റിപ്പോകണ്ട, അത് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ ഒന്ന് ഒട്ടണം, അത് മതി. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണങ്ങി വെച്ചിരിക്കുന്ന പഴം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ പഴം മുഴുവൻ ഇടുന്നില്ല, അവിടെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് തേനിൽ ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ ബാക്കിയുള്ള ഒരു പിടിയേ മാറ്റിയിട്ടുള്ളൂ. കാരണം ഇവിടെ പഞ്ചസാര കഴിക്കാത്തവർക്ക് തേനിലിട്ട് ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് ആ പഞ്ചസാരയുടെ ആ പാനിയൊക്കെ ആ പഴം ഒന്നും കൂടി വലിച്ചെടുക്കണം. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി അറിയിക്കണേ. നിങ്ങളുടെ ഇത്ര നാളത്തെ കമൻറ്റും സപ്പോർട്ടും ഒക്കെയാണ് എനിക്ക് എൻ്റെ ചാനൽ ഇത്രയൊക്കെ വളരാൻ സാധിച്ചത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത് നോക്കിക്കേ, ഇപ്പോൾ നല്ല കണ്ടാൽ തന്നെ നല്ലതാണ്. അത് ആ പഞ്ചസാര പാനിയെല്ലാം പഴം വലിച്ചെടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ തീ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. നല്ല നല്ല ടേപ്പ് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ആറിയിട്ട് ചൂടൊക്കെ നന്നായിട്ട് പോയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കണം. അത് ഗ്ലാസ് പാത്രത്തിൽ വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറി വന്നോട്ടെ. നമുക്ക് വേണമെങ്കിൽ ഇതൊരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ ഒന്ന് നിരത്തി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി തേൻ ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയാണ്. അതൊരു ഗ്ലാസ് പാത്രം എടുത്തിട്ടുണ്ട്. മാറ്റി വെച്ചിരിക്കുന്ന ഉണങ്ങിയ പഴം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് അല്പം മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചതച്ചത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് തേൻ ഒഴിക്കണം. നികക്ക തേൻ ഒഴിക്കണം. ആ തേനൊന്ന് വലിഞ്ഞ് നല്ലപോലെ ഒരു 3-4 ദിവസം കഴിയുമ്പോഴാണ് ആ തേൻ അതിലേക്ക് നന്നായിട്ട് പിടിക്കുക. അപ്പോൾ കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ തേൻ ഒഴിച്ച് കൊടുക്കുവാണ്. എനിക്ക് തേൻ കുറച്ച് കുറവാണ് കേട്ടോ, തീർന്നിട്ടുണ്ട്. അപ്പോൾ നികക്ക ഒഴിക്കാൻ തേനില്ല, എന്നാലും അത്യാവശ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇത് എന്താ പറയുക, അത് പഴം നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അത് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ കുട്ടികളൊക്കെ ഉള്ളിടത്ത് അപ്പം തന്നെ ഇത് കഴിച്ച് തീർക്കും കേട്ടോ. തന്നെയെല്ലാം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതുപോലെ പായസം ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്കിത് ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇത് അരിഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ ഇത് വയ്ക്കുവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ ഇത്തിരി കൂടെ തേൻ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യുമ്പോഴുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നല്ലപോലെ എല്ലാം പഞ്ചസാരയൊക്കെ അതിനകത്തേക്ക് വലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ഭരണിയിലേക്ക് മാറ്റാനായിട്ട്. എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പാത്രത്തിൽ ഈ നിരത്തുന്ന പാത്രത്തിലേക്ക് എല്ലാം മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് വെറുതെ കഴിക്കാൻ എന്നുള്ളതാണ്. വെറുതെ കഴിക്കാൻ മാത്രമല്ല കേട്ടോ, ഇത് ഡ്രൈ ഫ്രൂട്ട് ആണല്ലോ. അപ്പോൾ നമുക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ചേർത്ത് കൊടുക്കാനും പറ്റും. നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ചേർക്കുന്ന പോലെ അതുപോലെ എന്താ പറയുക, സലാഡൊക്കെ ഉണ്ടാക്കില്ലേ, റഷ്യൻ സലാഡൊക്കെ, അതിലൊക്കെ നമുക്കിത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കും നിങ്ങളുടെ കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരെ ഒന്ന് സബ് ചെയ്യണേ. വീണ്ടും ഇതുപോലെ നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.